യജ്ഞങ്ങളെ തന്നെയാണോ യാഗങ്ങൾ എന്ന് പറയുന്നത്? വേദങ്ങളിൽ നിരവധി യജ്ഞങ്ങളെക്കുറിച്ച് യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യജ്ഞങ്ങൾ തന്നെയാണ് യാഗങ്ങൾ, സ്തുതിക്കപ്പെടുന്നത്, വണങ്ങുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇത് ഭക്തിപൂർവമായിട്ട് ദേവതാസ്തുതിപരമായിട്ട് ദേവന്മാരെ, വിവിധ ദേവതകളെ സ്തുതിച്ചുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള ഭക്തിപരമായിട്ടുള്ള കർമ്മമാണ് യജ്ഞം അല്ലെങ്കിൽ യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗ്നിയെ ജ്വലിപ്പിച്ച് വേദത്തിൽ പറയുന്ന മന്ത്രങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് വിശിഷ്ടമായിട്ടുള്ള കർമ്മത്തെ ചെയ്യുന്നത് തന്നെയാണ് യാഗം. ഈ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അഗ്നിയിൽ നിരവധി ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ദ്രവ്യങ്ങളൊന്നും അഗ്നിക്കായി സമർപ്പിക്കുന്നതല്ല, മറിച്ച് അഗ്നിയെ മുൻനിർത്തിക്കൊണ്ട് അഗ്നി എന്ന ദേവത വഴി നാം ഏത് ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ഈ യാഗം ചെയ്യുന്നത്, അത് രുദ്രൻ എന്ന ദേവതയാകാം, വിഷ്ണു എന്ന ദേവതയാകാം, ഇന്ദ്രനാകാം, വരുണനാകാം. അപ്പോൾ ഏത് ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ഈ കർമ്മം ഈ യാഗം നമ്മൾ ചെയ്യുന്നത്, ആ ദേവതയിലേക്ക് നാം അർപ്പിക്കുന്ന ഈ ദ്രവ്യത്തിൻ്റെ, ഈ ആഹുതിയുടെ സാരം എത്തിക്കുന്നത് ഈ അഗ്നിയാണ്. അതുകൊണ്ടെല്ലാം അഗ്നിയിൽ സമർപ്പിച്ച് അത് ശുദ്ധമാക്കി അത് പവിത്രമായിട്ടാണ് ഈ അഗ്നി അവിടേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് എന്നാൽ അഗ്നിയെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് എങ്കിൽ അത് അഗ്നി എന്ന ദേവതയ്ക്ക് തന്നെയാണ് സമർപ്പിക്കുന്നത്. അതല്ലാത്ത പക്ഷം അഗ്നിയിൽ സമർപ്പിക്കപ്പെടുന്ന ദ്രവ്യങ്ങളെല്ലാം ഏത് ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ നമ്മൾ യാഗം ചെയ്യുന്നത്, ആ ദേവതയ്ക്ക് തന്നെയാണ് അഗ്നി ഈ ദ്രവ്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്.